ഞാൻ പോ എന്താടാ പൊന്തേനെ വിളിച്ചിരിക്കുന്ന ആളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടുന്ന് വരുന്നുണ്ടാ ഞാൻ തന്നെ ഇവിടെ നിൽക്കണാ അല്ല അവിടുന്ന് വരുന്നേ അവിടെ കടാ ഇവിടെ നമ്മളെ വേപ്പിന്റെ അല്ല തജ്ജൊക്കെ ഇവിടെ മിസ്സേക്കാൻ പറ്റൂല നമ്മളെ വേപ്പിന്റെ തജ്ജൊക്കെ അവിടെ അല്ല ഞാന് വേപ്പിന്റെ തജ്ജി അല്ലടാ ഞാൻ ചേച്ചിയാ പറിക്കാൻ വേണ്ടി വന്നാ വിചാരിച്ചു എന്റെ കൈക്ക് എന്താ പറ്റി എന്താ കൈ മടക്കി പിടിച്ചിരിക്കണേ ഒന്നും ചേട്ടാ കജ്ജി ഇങ്ങനെ കുപ്പായം ഇട്ടതാടാ വെറുതെ ഇട്ടാലേ അപ്പൊ എവിടുന്ന് വെച്ചാ ഇവിടുന്ന് വരുന്നേ ഞാൻ വെറുതെ കല്യാ താത്താടെ വെറുതെ പോയതാണ് ശരി വെറുതെ ഇട്ടല്ലേ ആടെ കുഞ്ഞാപ്പോ എന്റെ അടുത്ത് എല്ലാ ഐഡിയ ഉണ്ട് നല്ല സൂത്രൊക്കെ വെച്ചില്ലേ എന്നോട് പറയാനേ ഇവിടെ മീൻ കിട്ടി കൊറേ ആയി അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ആയിക്കോട്ടെ വരുമ്പോഴ് ആ കഥക്കാരന്റെ മീൻകാരൻ അയിലനെ കൊണ്ടുകൊടുത്തു അടിച്ച അയില അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ കഥക്കാരന്റെ അയില കൊണ്ടുവരുന്നത് അപ്പൊ ഉമ്മ ഒരു കാര്യം ചെയ്യാ ഒരു പാത്രം കിട്ടോ കുറച്ച് കൂട്ടാണ്ട് മേടിച്ചോണ്ടേ ഞാൻ അവിടെ ചെന്നപ്പോണ്ട് ഓരോടെ ഓരോ അടിമ വന്നിട്ട് ഓരൊക്കെ വർത്താനം പറഞ്ഞു നിന്ന് അപ്പൊ എന്നോട് വെച്ച് എന്താ കുഞ്ഞാപ്പോ വന്നു ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പൊ ഞാൻ പറയും കളിത്താത്ത ഉമ്മ എപ്പോഴും പറയും നിങ്ങൾ നല്ല ചാറ് വെച്ചില്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും ഉമ്മ പറഞ്ഞു തുള്ളി ചാറ് തരാൻ ഇത്തി കൊടുത്തപ്പോ ചെലപ്പോ ഈ ക്ലാസ് കണ്ടാ ഒരു പറയും എതിരാടെ ക്ലാസ് ഞങ്ങൾ വലിയ പാത്രം തരാറുണ്ട് ഓരോരോ പാത്രം തരും അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോയത് എന്നിട്ട് എന്താ അപ്പൊ തന്നെ ഓരോ വല്യമ്മ അറിയാ ഇന്നലെ എന്താണ് ബീഫ് അതെടുത്ത് അപ്പൊ ഇതാത്ത ഏടെ കുഞ്ഞാപ്പോ ഇന്നലെ അവിടെ ബീഫ് ഉണ്ടായ കാരണം ആ ബീഫ് കാശിനെ കുറച്ചുണ്ടായിരുന്നു പച്ചക്കറി കൂട്ടാനും വെച്ച് തല നാളെ എടുക്കുള്ളൂ ഞാനേ എന്റെ ആഴ്ച അല്ല തളനല്ല അയില നാളെ എടുക്കോളൂ ഇജ്ജു ആണെങ്കിൽ തുള്ളി അപ്പൊ ഞാൻ സന്തോഷിച്ച് ഇത് തുള്ളിന്ന് പറഞ്ഞപ്പോ ബീഫിന്റെ കറിയല്ലേ അത് കൂട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ ചോദിച്ചു അപ്പൊ ഒരു അറിയാം എന്ത് ബുദ്ധിമുട്ട് ഇജ്ജു വേണമെങ്കിൽ കുറച്ച് പച്ചക്കറി കൊണ്ടിരിക്കുന്നു പച്ചക്കറി കൊട്ട എന്നോട് കൊണ്ടാവാൻ തന്നെ പച്ചക്കറി കൂട്ടി ഭ്രാന്ത് പിടിച്ച് അങ്ങോട്ട് പോയത് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളല്ലേ ബീഫ് ഉണ്ടാക്കിയത് അത് കുറച്ചുണ്ടായിനാടാ അത് ഉമ്മാക്ക് കൊടുത്ത് മക്കൾക്ക് കൊടുത്ത് പച്ചക്കറി കുറച്ച് കൊണ്ടേക്കോടാന്ന് ഇങ്ങനെ ഭൂമിക്ക ആ വരക്ക് വേണ്ട ആ പറ മീൻ്റെ തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ തന്നാതി അപ്പൊ എന്നോട് പറഞ്ഞു മീൻ്റെ വെള്ളപ്പില്ല അപ്പൊ തന്നെ നല്ല കേട്ട പാട് അറിയാം എടി നാളെ നമുക്ക് വിരുന്ന് ഉള്ളതല്ലേ അതിലവിടെ ഇന്നോട്ടെ ആ ബ്രിഡ്ജില് അതിലെപ്പോ എടുക്കണ്ട നാളെ ഭയങ്കര ബുദ്ധിമുട്ടാ നാളെ ഞാനിപ്പോ അയില കൂട്ടാനോട് ചെല്ലിച്ചിട്ട് മുൻകൂട്ടി പറഞ്ഞോളൊക്കെ എന്താ അതിന്റെ ബുദ്ധിമതിയിലേ പോവോ കുഞ്ഞാപ്പോ അതെ ഇങ്ങനെ വില മുടിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടാനൊന്നും കിട്ടൂല ഓരോരുത്തര് അതിൽ ഇത് വാങ്ങണിട്ട് പിന്നാലെ പോവാ തുള്ളി ചാറ് കിട്ടിയെങ്കിൽ അത്ര ചോദിക്കാലോ അത്രക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാ എന്താ ഞങ്ങൾ വരം പറയുമ്പോ ബുക്കുണ്ട് വരും ഇപ്പൊ മീന്റെ വരാണ്ട് അതിലേക്കൊക്കെ എന്താ വില ഒരു ദിവസം നിന്നാ പോരാ ഒരു ദിവസം നിന്നണോ ആളെ കളിയാക്കി എന്റെ ഉമ്മാക്ക് ആകെ കിട്ടുന്നത് ഇത്ര ഉമ്മ 200 റുപ്യാണ് അതിലേക്ക് അയക്കും 100 റുപ്യ വില ഉണ്ട് ഉമ്മ കൊറേ ദിവസം പണിക്കോണൊക്കെ അതിലേക്ക് തിന്നാൻ വേണ്ടിട്ടാ ഉമ്മ അങ്ങനൊക്കെ ഒരു കഷ്ണം അതിൽ കിട്ടിയാ മതി പിന്നെ ഒരു തുള്ളി ചാറ് കിട്ടിയാ മതി അത് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര വിഷമായി നല്ല പച്ചക്കറി കൊണ്ടേക്കടാ പറഞ്ഞു ഞാൻ എനക്ക് വേണ്ട അങ്ങോട്ട് പോരുന്നു പോവാൻ ഒരു പൂള പണിയിട്ട് അപ്പൊ ഉണ്ട് ആ തള്ള പറഞ്ഞത് തെച്ചാള അങ്ങോട്ട് എടുത്തച്ചാള ഞാൻ വല്യമ്മ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു കപ്പൂള ആളോന്ന് പറഞ്ഞു അന്നൊരു കഷ്ണം കൊടുത്താളെ കുത്തി വിടണ്ടാന്ന് അത് ഞാൻ കേട്ട് ഞാനേ കേട്ട പടം അവിടെ ഇരുന്നു ചായ കുടിച്ച് 2 കഷ്ണ തന്നത് അതിനകത്ത് 3 കഷ്ണം തരും പക്ഷെ ആ വല്യമാനെ വാരുന്ന് അറിയണ്ടേ വല്യമാക്ക് പൂജയായിട്ട് അത്ര കപ്പൂളിയും അതേമാതിരി ചേമ്പ് കണ്ട് അതുകൂടി ഇതാക്കി തിന്നിക്കുന്നു ഞാൻ കപ്പൂള 2 കഷ്ണം തിന്നു പറയാന് ഇന്നത്തെ കാര്യം ഉസാറായി കപ്പൂള തിന്നു ഉസാറായി ചാറ് ഇട്ടില്ല ശരി ഇനിയിപ്പോ ഉമ്മ എന്താ പറയാ
ഇമ്മ കുമ്പോളെ അരച്ചോളും. കുമ്പോളെ ചെല്ലിപ്പൊടി വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇത് ചെയ്താ പോലെ കുഞ്ഞപ്പോ. അതിന്റെ ചെയ്ത് ഇത് അയിലക്കറി കിട്ടിട്ട് പോയതല്ലടാ. അതിന്റെ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുമോ? ആ മനെ ഇപ്പൊ ഉമ്മ ചോറ് വെക്കാതെ കാത്തിരിക്കുണ്ടാവും. ഇപ്പൊ മുളങ്ങാച്ചിട്ട് ഞാൻ പോയിട്ട് കൊറേ വർത്താനം പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പെരേ പോയിന്റെ ഉമ്മാന്റെ ആ കണ്ണും മോറും കാണാൻ രസം വേണമെങ്കിൽ കാണാൻ പോരെ. ഞാൻ കൂടി ചീത്ത ആക്കണല്ലോ ഞാൻ എന്നെ തിരിപ്പിച്ച് പറഞ്ഞിട്ട്. അതിനെ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചോണ്ട് അല്ലാതെ എനിക്ക് ചോറ് തരാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുന്നല്ല. അപ്പൊ ഇന്നിപ്പോ അങ്ങനായി. ഇന്നത്തെ കാര്യം ദിവസമായില്ല. അല്ല ഇജ്ജ അവിടുന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുന്ന ഇവിടുന്ന് കാണുന്നുണ്ട്. കാണാതിരിക്കൂലല്ലേ ഏത് നേരത്തെ ഞങ്ങളെ പേരെ എനിക്ക് കാണാതിരിക്കും. വേറെ ഇപ്പൊ എവിടെ പോവാ? വേറെ പോവാൻ സ്ഥലമില്ലല്ലോ, വെള്ളപ്പൊക്കല്ലോ പണിക്ക് പോവാ. പിന്നെ അവിടെ എന്നെ കാണുമ്പോ സമാധാനാണ്. അത് ഇങ്ങോട്ട് രണ്ടാളും പണിക്ക് പോകാത്ത ആളല്ല, അപ്പൊ പിന്നെ സമാധാനം കിട്ടും. ആൾക്കാർ ഓരോന്ന് പറയുന്നു. എന്നാ കുഞ്ഞപ്പോ ഞാൻ ഇവിടെ നിക്കണം, ചേച്ചി പോയിക്കോ. നടക്കുക ആയിക്കോട്ടെ, പോയിക്കോ. അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ പോയിക്കോ.